ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന എലിപ്സ് ടൂളാണ്. എലിപ്സ് ടൂൾ എടുക്കാൻ വേണ്ടി സർക്കിളിൽ ഈ ഇതിൽ സെലക്ട് ചെയ്യുക. ഇതാണ് എലിപ്സ് ടൂൾ, ഷോർട്ട് കട്ട് O ആണ്. ഞാൻ ഇതുപോലെ സർക്കിൾ എടുത്ത് വരച്ചു. ഷിഫ്റ്റ് പ്രസ് ചെയ്യാതെയാണ് വരയ്ക്കുന്നതെങ്കിൽ ഇതുപോലെ ഇറഗുലർ ഷേപ്പിലോട്ട് മാറും. എന്നാൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പോർഷണലായിട്ട് റെഗുലർ ആയിട്ടുള്ള ഷേപ്പ് ഇവിടെ കിട്ടും. ഞാൻ ഇവിടെ ഒരു കളർ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തു. ഇവിടെ നമ്മൾ റെക്റ്റാങ്കിളിനെ പോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു നോഡുണ്ട് അല്ലേ. ഇതാണ് ആർക്ക് നോഡ് എന്നാണ് പറയണത്. ഈ നോഡിനെ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതിനെ മുകളിലേക്കോ താഴേക്കോ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സർക്കിളിനെ നമുക്ക് സെമി സർക്കിളാക്കി മാറ്റാൻ വേണ്ടി കഴിയും. ഇതാണ് ആർക്ക് നോഡ്. ഇവിടുത്തെ ഒരു നോഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സെൻട്രൽ ഡോട്ടാണ്. ഇതിനെ നമുക്ക് അകത്തേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡോണട്ടൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഡോണട്ട് മറ്റേ തുളമുള്ള വടയില്ലേ, എന്താ വടയുടെ പേര്, ഉഴുന്ന വട, അതുപോലത്തെ ഒരു ഷേപ്പിനെയൊക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. രണ്ടാമതുള്ളത് സ്റ്റാർട്ട് നോഡാണ്. ഇത് നമ്മൾ എവിടെയാണ് അവസാനിക്കുക, എവിടെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ നമുക്കിതുപോലെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ സെയിം നോഡിനെ നമുക്ക് ഇവിടെയും ചെയ്യാൻ പറ്റും. കണ്ടല്ലേ, ഇവിടെ ഇത് കണ്ടല്ലേ, ഈ ആർക്ക് നോഡ് ഒരു 35 എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ആർക്കോട്ട് മാറ്റി തരും. ഇത് വന്നിട്ട് ഒരു 20 ഞാൻ കൊടുക്കുകയാണ്. 50 കൊടുക്കാം. അപ്പോൾ സർക്കിളിൻ്റെ വീതി കുറയും. അത് ഈ ആർക്കാണ്. ഈ സർക്കിൾ നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും കഴിയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, സ്റ്റാർട്ട് പോയിന്റ് ഇവിടെ തുടങ്ങണോ എന്നുള്ളത്. അതാണ് ഈ പോയിന്റ് ഇവിടെ കാണിക്കുന്നത്. ഈ പോയിൻ്റാണ് അത് സ്റ്റാർട്ട് പോയിന്റ്. പിന്നെ ഉള്ളത് ഈ ഇതാണ്. നമുക്ക് സർക്കിൾ അകത്തേക്ക് വരുമ്പോൾ സർക്കിൾ അടയും, പുറത്തേക്ക് പോകുമ്പോൾ ഒരു ഡോട്ട് ഷേപ്പിലേക്ക് വരുന്ന ഒരു പോയിന്റ് ഇതാണ്. അത് ഇവിടെയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഓക്കെ, സിമ്പിളാണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സർക്കിൾ ടൂളിൻ്റെ ഉപയോഗമായി പോകണം. ഇതാണ് സർക്കിളുണ്ട്. ഇത് നമ്മൾ കണ്ടില്ലേ, ഇതാണ് നമ്മൾ സർക്കിളാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സർക്കിളിൽ മുകളിലൊരു ഐക്കൺ, ഈ കാണുന്ന പ്രൊഫൈൽ പിക്ചേഴ്സൊക്കെ നോക്കിയേ, സർക്കിളിൽ സ്ട്രോക്കും ഷാഡോസും കൊടുത്തിട്ടുണ്ട്. ആ ഇമേജ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർക്കിൾ ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ഇതിനു വേണ്ടിയല്ല, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തന്നെയാണ് സർക്കിൾ നമുക്ക് എങ്ങനെ ഡിസൈനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പോളിഗൺ ടൂളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്യുക, ഡയഗണലായിട്ട് നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് റേഡിയസിൻ്റെ ഒരു പോയിന്റും കാണും. ഇവിടെ നമുക്ക് കൗണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈഡ്സ്, ഇതിപ്പോൾ 3 സൈഡ്സ് അല്ലേ, നമുക്ക് വേണമെങ്കിൽ 4 സൈഡ്സ് ആക്കാം, 5 സൈഡ്സ് ആക്കാം. ഇതെന്ന് വെച്ചാൽ റേഡിയസാണ്. നമ്മൾ 4 സൈഡിലുള്ള എഡ്ജസ് എത്രത്തോളം കോൺട്രാ ആക്കണ്ടേ എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. സെയിം പ്രോപ്പർട്ടി തന്നെ ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സൈസ് നമുക്ക് ഇവിടെ നിന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ അതാണ് പോളിഗൺ ടൂളിൻ്റെ പ്രോപ്പർട്ടീസും ഫങ്ഷൻസും. ഇനിയുള്ളത് സ്റ്റാർ ടൂളാണ്. സ്റ്റാർ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഡ്രാഗ് ചെയ്യുക. സെയിം പ്രോപ്പർട്ടീസ് തന്നെ ഇവിടെ നോക്കാം. നമുക്ക് ഇവിടെ ഹാൻഡിലിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റും. അതായത് സൈഡ്സിൻ്റെ സ്റ്റാറിൻ്റെ ആ കാലും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതായത് ആ സ്റ്റാറിൻ്റെ സൈഡ്സ് നമുക്ക് കൂട്ടാൻ പറ്റും. നമുക്ക് 3 ആണെങ്കിൽ 3 കൊടുക്കാൻ പറ്റും, 8 ആണെങ്കിൽ 8 കൊടുക്കാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. റേഡിയസ് നമുക്ക് ഇതുപോലെ നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും പറ്റും. അതിൻ്റെ അകത്തുള്ള ഉള്ളു കുറയ്ക്കാനും കൂട്ടാനും പറ്റും. ഇവിടെ നമുക്ക് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലേ, ഇത് റേഡിയസാണ്. റേഡിയസ് കൂട്ടണോ കുറയ്ക്കണോ ആ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഈ സ്റ്റാർ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ചെറിയൊരു പ്രോപ്പർട്ടി ആണെന്നുണ്ടോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കോണറിൻ്റെ സ്മൂത്തനിങ് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ചെക്ക് ചെയ്ത് നോക്കുക. ഈ കോണേഴ്സൊക്കെ കുറച്ചും കൂടെ സ്മൂത്ത് ആവാൻ വേണ്ടിയാണ്. അവിടെ ചെറിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്, ചെറിയൊരു സ്മൂത്തിങ് സംഭവിക്കുന്നുണ്ട്. അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോണർ സ്മൂത്തിങ്. ചെറിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ടൂൾസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറഞ്ഞതൊരു 30 to 40 ടൈംസ് 40 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതൊക്കെ ഒന്ന് ഷോർട്ട് കട്ടും കാര്യങ്ങളും ചെയ്ത് നോക്കാൻ മാത്രമേ നമ്മൾ ഡിസൈൻ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരികയും പെട്ടെന്ന് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ.